ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ +1 സിലബസിലുള്ള +1 ഫിസിക്സ് പരീക്ഷ കഴിയാൻ ബാക്കിയുണ്ട്. +1 സിലബസിലുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലെ കുറേ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ വേവ്സ് വരെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് 1 degree 1 minute and 1 second in radian. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, സാധാരണ എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടുവരാറില്ല, വളരെ റെയറാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർ കൺവേർഷൻ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട്, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് എങ്ങനെ എളുപ്പം കൺവേർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം. NCERTയിൽ വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു പ്രോബ്ലമാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിഗ്രീനെ എങ്ങനെ റേഡിയൻ ആക്കാം, മിനിറ്റിനെ എങ്ങനെ റേഡിയൻ ആക്കാം, സെക്കൻഡിനെ എങ്ങനെ റേഡിയൻ ആക്കാം. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷെ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് കുറവാണ്, എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഒരു ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π റേഡിയൻ. അന്നങ്ങനെ 360 ഡിഗ്രി, ഈ പെന്ന് 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ആംഗിളാ? π/2 മീൻസ് 90 90 90 90 360. അപ്പോൾ ഓരോ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണ്. അപ്പം 4 π/2 ചേർന്ന് കഴിഞ്ഞാൽ 2π. π/2 ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2π. അങ്ങനെയാണ് നമ്മൾ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എത്തി. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പെണ്ണ് 360 ഡിഗ്രി കറങ്ങുമ്പോൾ π/2 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 ഇറ്റ്സ് π/2. 4 π/2 ചേർന്ന് കഴിഞ്ഞാൽ 2π. 360 ഡിഗ്രി 2π റേഡിയൻ. 360 ഡിഗ്രി 2π റേഡിയൻ ആണെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 360 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 2π divided by 360 radian. Ready? ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. 1 ഡിഗ്രി is equal to 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ π/180. 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ π/180 റേഡിയൻ. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 3.14 ഡിവൈഡഡ് ബൈ 180 റേഡിയൻ. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ. ഇപ്പം നമ്മൾ ഒരു ഡിഗ്രീനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻²റേഡിയൻ. ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു ഡിഗ്രി എത്ര റേഡിയൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എത്ര റേഡിയൻ. ഒരു മിനിറ്റിനെ റേഡിയനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയുന്ന കാര്യം ബോർഡിൽ എഴുതാണ്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റാണ്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഒരു ഡിഗ്രിയുടെ റേഡിയൻ എത്രയാ? 1.745 ഇൻറ്റു 10⁻². അപ്പോൾ ഒരു ഡിഗ്രിയുടെ റേഡിയൻ ഇവിടെ എടുത്ത് എഴുതാണ് 1.745 ഇൻറ്റു 10⁻² റേഡിയൻ. ഇപ്പം നമ്മൾ എഴുതിയത് വളരെ സിമ്പിളായ കാര്യമാണ്. ഒരു ഡിഗ്രി 60 മിനിറ്റ്. 60 മിനിറ്റ് ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ 1.745 ഇൻറ്റു 10⁻². അപ്പോൾ ഈ കഷ്ണം മുറിച്ച് നമുക്ക് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു കഷ്ണം ഞാൻ മുറിച്ചെഴുതാൻ പോവാണ്. 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻² റേഡിയൻ.
അപ്പൊ നമ്മൾ ഈ ഭാഗം മാത്രം എടുത്ത് എഴുതിയപ്പോൾ 60 മിനിറ്റിന്റെ വാല്യൂ റേഡിയനിൽ എനിക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചത് 1 മിനിറ്റാണ്. അപ്പൊ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇൻറ്റു 60 ഇക്വേഷന്റെ അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 60 മാറും. അപ്പോ മോളിൽ ഉണ്ടാവുക 1.745 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു 60 ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ 60. ഇത്രയും റേഡിയൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഒരു മിനിറ്റിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡ് എത്ര റേഡിയൻ, സെക്കൻഡിനെ റേഡിയനിലാക്കാൻ. അതിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതേ ഫോർമാറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാണ് അല്ലെ? 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ്. സോ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. അപ്പോൾ 1 മിനിറ്റിന്റെ വാല്യൂ റേഡിയനിൽ എനിക്കറിയാം. അതിവിടെ എടുത്ത് എഴുതാൻ പോവാണ്. 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. ഒന്നും ചെയ്തില്ല നമ്മള്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. ആ 1 മിനിറ്റിന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. അതിവിടെ എടുത്ത് എഴുതി. നേരെ ചെയ്ത പോലെ ഈ കഷ്ണം മാത്രം മുറിച്ച് നമുക്ക് എഴുതാം. സോ 60 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. നേരത്തെ അതേ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. 60 മിനിറ്റ് സെക്കൻഡ് ഇത്രയാണെങ്കിൽ എനിക്ക് കാണേണ്ടത് 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 2.91 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 60. ഇക്വേഷൻ്റെ അപ്പുറം പോയപ്പോൾ ഡിവൈഡഡ് ബൈ 60. സോ 1 second is equal to 4.85 into 10⁻⁻6 റേഡിയൻ. അപ്പൊ നമ്മൾ 3 കൺവേർഷനും കഴിഞ്ഞിരിക്കുന്നു. ഒരു ഡിഗ്രി കൺവേർട്ട് ചെയ്തു, ഒരു മിനിറ്റ് കൺവേർട്ട് ചെയ്തു, ഒരു സെക്കൻഡ് കൺവേർട്ട് ചെയ്തു. Our second question is, the moon is observed from 2 diametrically opposite points A and B on Earth. The angle theta subtended at the moon by 2 directions of observation is 1 degree 54 minutes. Given diameter of Earth to be about 1.276 into 10⁻⁷ meter. Compute the distance of the moon from Earth. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ പാരലാക്സ് മെത്തേഡ്, വളരെ വലിയ ഡിസ്റ്റൻസുകൾ, ഗ്രഹങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസുകൾ കാണുന്ന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് നമുക്കറിയാം. ആ മെത്തേഡ് വഴി ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഡയമീറ്റർ ഓഫ് എർത്ത് തന്നിരിക്കുന്നു. അത് 1.276 ഇൻറ്റു 10⁻⁷ മീറ്റർ നമുക്ക് അറിയുന്ന കാര്യമാണ് തന്നിട്ടുണ്ടത്. രണ്ടാമതൊരു ആംഗിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ആംഗിൾ എന്താണെന്നുള്ള നമുക്ക് പറയാം. തന്ന വര 1 ഡിഗ്രി 54 മിനിറ്റ്. ഇതിനെ ഞാൻ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപേ ഇതിനെ ഞാൻ മൊത്തമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ആ കൺവേർഷൻ വളരെ സിമ്പിൾ ആണ്. 1 ഡിഗ്രി 60 മിനിറ്റാണ് അല്ലെ? അപ്പൊ 1 ഡിഗ്രി 60, 60ഉം 54, 60 1 ഡിഗ്രി പ്ലസ് 54 എത്ര വരും? 114 മിനിറ്റ്. ഈ കൺവേർഷൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 ഡിഗ്രി 60 മിനിറ്റ് ആണ്. 60 പ്ലസ് 54 ഈസ് ഈക്വൽ ടു 114 മിനിറ്റ്. ഇപ്പൊ നമ്മൾ മൊത്തം ഈ കൺഫ്യൂഷനുള്ള ഏരിയ നമ്മൾ കൺവേർട്ട് ചെയ്ത് മിനിറ്റിൽ മാത്രമാക്കി അവിടെ നിൽക്കട്ടെ. ഇനി മുന്നോട്ട് പോവാണ്. പാരലാക്സ് മെത്തേഡിന്റെ ഡയഗ്രാം വരച്ചാൽ മാത്രമേ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ഡയഗ്രാം, നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഡയഗ്രാം ഇതാണ്. ഈ ആംഗിൾ ഇതാണ് തീറ്റ. ഇവിടെയാണ് മൂണുള്ളത്. ഇത് ഭൂമിയുടെ 2 അറ്റങ്ങളാണ്. ക്വസ്റ്റ്യൻ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൂണുണ്ട്, ചന്ദ്രൻ ഇവിടെ ഉണ്ട്. ഇത് ഭൂമിയുടെ 2 അറ്റങ്ങളാണ്. ഈ 2 പോയിന്റ്സിനെ ഈ പറഞ്ഞിരിക്കുന്ന പേരാ എയും ബിയും. എയും ബിയും തമ്മിലുള്ള അകലത്തെ നമ്മൾ സാധാരണ NCERT ബുക്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ബി എന്നാണ്. ഇത് മൂൺ, ഇത് എർത്ത്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. അപ്പൊ നമുക്കിവിടെ ഡയമീറ്റർ എന്ന് വിളിക്കാം, ഡയമീറ്റർ. അപ്പൊ ഈ ഡി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
ഇതാണ് പാരലാക്സ് മെത്തേഡിന്റെ ഡയഗ്രാം. ഇവിടെ 3 ആണ്. എർത്തിൽ നിന്ന് 2 ഭാഗത്തുനിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഡയമീറ്ററിന്റെ അപ്പുറോ ഇപ്പുറോ. ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു, ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു. ആ 2 ഒബ്സർവേഷനും തമ്മിലുണ്ടായ ആംഗിൾ ആണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തീറ്റ. ഈ 2 അറ്റങ്ങൾ തമ്മിലുള്ള അകലം വെച്ചാൽ ഭൂമിയുടെ ഡയമീറ്ററാണ്. അത് നമുക്കറിയാം. നിങ്ങളോട് കാണാൻ പറഞ്ഞ ഡി ആണ്. ഇവിടെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പഠിച്ചത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ഇത് ആർക്കായി പരിഗണിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡി ബൈ റേഡിയസ്. ഇവിടെ റേഡിയസിനെ ഡി ആക്കി എടുക്കാൻ പറ്റും. സോ ഈ ഇക്വേഷൻ NCERT ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി. കാരണം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡി ബൈ റേഡിയസ് ഡി. റെഡി? അപ്പൊ നമ്മൾ കാണേണ്ട തീറ്റ അല്ല. തീറ്റ എനിക്കറിയാം, ഡിയും എനിക്കറിയാം. തീറ്റ ഇവിടെ ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട? ഡിസ്റ്റൻസ്, മൂണിൽ നിന്ന് എർത്തിലോട്ടുള്ള അകലം. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എന്താ വരിക? ഡി ബൈ തീറ്റ. ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ തീറ്റ. നമുക്ക് ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൽ നിന്ന് എർത്തിലോട്ടുള്ള അകലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മിനിറ്റിലോ ഡിഗ്രിയിലോ സെക്കൻഡിലോ ചെയ്യാൻ പറ്റൂല. എന്തിലേ ചെയ്യാൻ പറ്റുള്ളൂ? റേഡിയൻ. അപ്പം നമ്മൾ 114 മിനിറ്റിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 114 ഇൻറ്റു മിനിറ്റിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2.91 into 10⁻⁻⁴ റേഡിയൻ. റെഡിയാ? ഒന്നും ചെയ്തില്ല. നമ്മൾ മിനിറ്റിലും ഡിഗ്രിയിലും സെക്കൻഡിലും പ്രോബ്ലം ചെയ്യാൻ പാടില്ല. പാരലാക്സ് മെത്തേഡ് വരികയാണെങ്കിൽ റേഡിയനിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്തു. ആ വാല്യൂ ഇവിടെ കൊടുത്ത ആൻസർ കിട്ടും. സോ ഡി ഈസ് ഈക്വൽ ടു എത്രയാ? ബി ആണ് ഈ ഭൂമിയുടെ ഡയമീറ്റർ എന്ന് പറയുന്ന ഈ അകലം. ഭൂമിയുടെ 2 ഓപ്പോസിറ്റ് എൻഡുകൾ നോക്കി വെച്ചാൽ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാ? 1.276 ഇൻറ്റു 10⁻⁷. തീറ്റ എത്രയാ? തീറ്റ ഡിഗ്രി പറയരുത്, മിനിറ്റ് പറയരുത്, എന്ത് പറയണം? റേഡിയൻ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3.84 ഇൻറ്റു 10⁻⁸ മീറ്റർ. ഇത്രയും അകലമാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള. ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ചോദ്യം ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം വ്യക്തമാക്കണം. ഈ ഡിഗ്രിയിലോ മിനിറ്റിലോ സെക്കൻഡിലോ ആൻസർ ചെയ്താൽ തെറ്റായിരിക്കും. എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മുഴുവൻ മെത്തേഡ്സും ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.